അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരം ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ നമ്മളുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നമ്മളോട് വന്നിട്ട് കുറ്റം പറഞ്ഞു തരുന്നവരുമായിട്ട് നമ്മൾ അകൽച്ച പാലിക്കണം. ഇത് കാരണം, ഇങ്ങനെ പറയാൻ കാരണം, അവർ ഏത് നിമിഷവും നമ്മളിൽ നിന്ന് കുറ്റം കണ്ടെത്തി അത് വേറെ ആളോട് ചെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വേറെ ആൾക്കാരെ കൊണ്ട് കുറ്റം പറയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കുക. എങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ പുറത്തു പോവില്ല. കുറ്റം പറയലും നമീമത്ത് പറയലും പരദൂഷണം പറയലൊക്കെ ഒരുപാട് തെറ്റുള്ള കാര്യമാണ്. നമുക്ക് തൗബ ചെയ്താൽ പുറത്തു തരാത്ത ഒരു തെറ്റാണ്. നമുക്ക് വ്യഭിചരിച്ചാൽ അള്ളാഹു ദുആ ചെയ്താൽ നമുക്ക് പുറത്തു തരും. കള്ള് കുടിച്ചാൽ പുറത്തു തരും. കുറ്റം ചെയ്താൽ അള്ളാഹു പുറത്തു തരും. വേറെ എന്ത് തെറ്റായിക്കോട്ടെ, കള്ള് കുടിച്ചാൽ വരെ അള്ളാഹു നമുക്ക് പശ്ചാത്തപിച്ചാൽ തൗബ ചെയ്താൽ പുറത്തു തരും. എങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു മാപ്പ് തരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചോളൂ. ഇത്തരം തെറ്റിൽ നിന്ന് നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മറ്റുള്ളവരെ കൊണ്ട് ഈബത്തും പരദൂഷണവും പറഞ്ഞു നടക്കുന്നവർ അള്ളാഹുക്ക് വേണ്ടി തൗബ ചെയ്താൽ നിങ്ങൾക്ക് പുറത്ത് കിട്ടില്ല. കാരണം നിങ്ങൾ ആരെ കൊണ്ടാണോ കുറ്റം പറയുന്നത്, നിങ്ങൾ അവരെ പോയിട്ട് മാപ്പ് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിച്ച ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഈ ഒരു പരിപാടിക്ക് പോവാത്തതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ സ്വഭാവം ഞാൻ അധിക പേരിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ വീഡിയോ ചെയ്യാൻ കാരണം. നമ്മളിൽ അധിക പേരും ഉണ്ടാവും. ഈബത്ത് പറയുന്നത് തന്നെ പൊതുവെ സ്ത്രീകൾക്ക് ഒരു ഹരമായിരിക്കും. അതുപോലെ നമ്മൾക്ക് അസൂയയും ഉണ്ടാവാൻ പാടില്ല. അസൂയ നമ്മുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നന്നാവില്ല. നമുക്ക് അതിനെ കൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ടാവും. മറ്റുള്ളവരോട് വെറുപ്പുണ്ടാവരുത്. നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്ന ഒരു കാര്യമാണ് വെറുപ്പ്. ആരോടെങ്കിലും വെറുപ്പോ പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും മനസ്സമാധാനത്തോടെ ഫ്രീ ആയിട്ട് കുത്തിരിക്കാനാവില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിക്കോളി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അള്ളാഹു തരും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഇസ്ലാമിക് ടിപ്സുകളുള്ള വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.